തേങ്ങയൊന്നും അരയ്ക്കാതെ തിക്ക് ഗ്രേവിയോട് കൂടിയ ഒരു സൂപ്പർ കടലക്കറി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് കടല കുക്കറിൽ വെള്ളവും ഉപ്പും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. 2 തക്കാളി മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചു വയ്ക്കുക. തക്കാളി ഇങ്ങനെ ഇട്ടിട്ടല്ല കേട്ടോ അരച്ചത്, അരിഞ്ഞിട്ടിട്ട് തന്നെയാണ് അരച്ചത്. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചുമ്മാ ഇട്ടൊന്നുള്ളൂ. പിന്നെ 2 സവാളയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് അതും അരച്ച് വെക്കുക. ഇനി എണ്ണ ചൂടാക്കി കടുക് പൊട്ടിയതിന് ശേഷം ഉള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. ഉള്ളി നല്ല ബ്രൗൺ കളറായ തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 2 പച്ചമുളകും കൂടെ അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്തതിന് ശേഷം വേവിച്ച് വെച്ച കടലയും കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. വെള്ളം കുറവാണെങ്കിൽ ചാറിന് വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. തിളയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. ഇനി ഈ കറി ഒന്ന് താളിച്ചു കൊടുക്കാം. ഈ താളിക്കുന്നതാണ് കേട്ടോ ഈ കറിയുടെ ഹൈലൈറ്റ്. അതിന് വേണ്ടിയിട്ട് ഉണക്കമുളകും കസൂരി മേത്തിയും കുറച്ച് മുളക് പൊടിയും കൂടെ താളിച്ചിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് റാഗി പുട്ടിൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കാനെടുത്തത്. പുട്ടിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തി ആയാലും അപ്പായാലും ഇടിയപ്പായാലും സൂപ്പർ കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്